അപ്പോൾ പ്രിയ വിദ്യാർത്ഥികൾക്ക് നമസ്കാരം. കുറച്ച് കാലത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും നിങ്ങളെ ഫ്രണ്ടിൽ വരാൻ കാര്യം തന്നെ ഇപ്പോൾ വരാൻ പോകുന്ന പരീക്ഷയുടെ പ്രസക്തി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ. അപ്പോൾ ഇനി നമുക്കൊരു 10 ദിവസം മാത്രമേ നമ്മുടെ ഫ്രണ്ടിലുള്ളൂ അല്ലേ? അപ്പോൾ ഈ 10 ദിവസം കൊണ്ട് ഡിഗ്രി പ്രിലിംസ് എങ്ങനെ പഠിക്കാം, എത്ര എളുപ്പത്തിൽ പഠിക്കാം, അതിൻ്റെ ഒരു മാസ്റ്റർ പ്ലാനാണ്. മാസ്റ്റർ പ്ലാൻ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്കറിയാം, നമുക്ക് ദിവസങ്ങളില്ല, ഈ ദിവസം ചുരുങ്ങിയ ദിവസം കൊണ്ട് നമുക്ക് പഠിക്കണമെന്നുള്ളവരുണ്ട്, ഇനിയും പഠിച്ച് തുടങ്ങാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഷോർട്ട് ടേം പ്ലാനാണ്. 10 ദിവസം കൊണ്ട് നമുക്ക് എങ്ങനെ നമ്മുടെ ഗോളിലേക്ക് അച്ചീവ് ചെയ്യാം എന്നുള്ള ഒരു ഷോർട്ട് ടേം പ്ലാനുമായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. നമുക്ക് അതിന്റെ വിശദ വിവരങ്ങളിലേക്ക് പോവാം. അപ്പൊ ഇത് ഒരു എന്നാ പറയുക, ഇതൊരു പ്രീ പ്ലാൻഡ് തിങ് ആണ്. അതായത് നമ്മൾ ഇപ്പൊ തന്നെ നമ്മൾ പ്ലാൻ ചെയ്ത് പോയാലേ നമുക്കൊരു നമ്മുടെ റിക്വയർഡ് ആയിട്ടുള്ള ഗോളിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പൊ അതിലേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. ഞാൻ ഇതൊരു 5-6 സ്ലൈഡ് അല്ലെങ്കിൽ 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് ഇത് എടുക്കുള്ളൂ. ഈ 15 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന കാര്യങ്ങൾ മൊത്തം എനിക്ക് ഈ ഒരു ആക്ടിവിറ്റി കൂടെ തരണമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു 15 മിനിറ്റ് ഒരു സെക്ഷൻ, ഇങ്ങനെ ഒരു സെക്ഷൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ഒരു സർവൈവലാണ് നമ്മൾ ഇതിനകത്ത് നോക്കുന്നത്. 10 ഡേ സർവൈവൽ ഷെഡ്യൂൾ. നമുക്ക് ഇത് പഠിക്കണം, പഠിച്ചെടുക്കണം, പഠിച്ചെടുത്ത് നമുക്ക് പരീക്ഷ വൃത്തിയായിട്ട് എഴുതണം. അപ്പോൾ പഠിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം, എങ്ങനെ ഇത് സ്വരൂപൂട്ടണം, പ്രോജക്റ്റുകൾ കൃത്യമായിട്ട് വന്നിട്ടുണ്ടാവും. പക്ഷെ നോട്ടുകളൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. ഈ നോട്ട് എടുത്ത് വെച്ച് ഞാൻ എന്ത് ചെയ്യും, ഇങ്ങനെ കുറേ ഡൗട്ടുകളായിരിക്കും. അപ്പോൾ ഈ ഡൗട്ടുകളെല്ലാം മാറ്റി വെച്ചിട്ട് നമ്മൾ ഈ 10 ദിവസം കൊണ്ട് നമ്മൾ ഈ ഒരു പ്ലാനിൽ നമ്മൾ എങ്ങനെ പഠിക്കുമെന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് വ്യക്തമായിട്ട് മനസ്സിലാക്കാനിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഡേ 1 to ഡേ 10 എന്ന് പറയുന്ന ഒരു ഷെഡ്യൂളിലേക്ക് നമുക്ക് പോകാം. ഡേ 1 എന്ന് പറയുന്ന ഷെഡ്യൂളിൽ നമ്മൾ നോക്കുന്നത് 1 to 2 എന്ന് പറയും. 2 ദിവസത്തേക്ക് നമ്മൾ മാത്സിന് നമ്മൾ വെയിറ്റേജ് കൊടുക്കാം. അപ്പോൾ മാത്സ് വെറുതെ പഠിച്ചാൽ പോരാ, നമ്മൾ എഴുതി പഠിക്കണം. എഴുതി പഠിക്കുമ്പോൾ സമയം കുറച്ച് കൂടുതൽ എടുക്കും. അപ്പോൾ മാത്സും മെന്റൽ എബിലിറ്റിക്ക് നമ്മൾ വെയിറ്റേജ് കൊടുത്തു നമ്മൾ എന്താ ചെയ്യുന്നത്, അതുമായിട്ട് റിലേറ്റ് ചെയ്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന മെയിനായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ഏതാണ്, ആ ക്വസ്റ്റ്യനെ നമ്മൾ എങ്ങനെ ചെയ്യണം എന്നുള്ളതിനകത്ത്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ വന്നേക്കുന്നത് നോക്കുകയാണെങ്കിൽ പെർസെൻറ്റേജ്, ഇൻട്രസ്റ്റ്, ടൈം ആൻഡ് വർക്ക്, നമ്പർ സീരീസും കോഡിങ്ങും ഡീകോഡിങ്ങും. ഇത് മാത്രം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻ അധികം കിട്ടും. ഓക്കെ, അപ്പം മാത്സ് നമുക്ക് ഇത് സ്കിപ്പ് ആവാതെ നമുക്ക് എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ ഒരു പെർസെൻറ്റേജിന്റെ കണക്കുണ്ടാവും, ഒരു ഇൻട്രസ്റ്റിന്റെ കണക്കുണ്ടാവും, ഒരു ടൈം റിലേറ്റഡ് ഒരു കണക്കുണ്ടാവും, ഒരു നമ്പർ സീരീസ് ഒരെണ്ണം കാണും, പിന്നെ ഒരു കോഡിങ്ങും ഡീകോഡിങ്ങും കാണും. അപ്പോൾ ഇത്തരം സീരീസുകൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. ഒരു 1-2 ദിവസം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നമുക്ക് എടുക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസും എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്ത് ശീലിക്കാനായിട്ട്. ഓക്കെ, രണ്ടാമത്തെ അല്ലെങ്കിൽ 1-2 കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ദിവസം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഇംഗ്ലീഷിന് വെയിറ്റേജ് കൊടുക്കും. അപ്പോൾ ഇംഗ്ലീഷിന് വെയിറ്റേജ് കൊടുക്കുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട കാര്യം ഏതൊക്കെ പഠിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ഇംഗ്ലീഷ് നമ്മൾ വെയിറ്റേജ് ഇടുമ്പോൾ നമുക്ക് അതിന്റെ ടെൻസ് പഠിക്കണം, പ്രിപ്പോസിഷൻസ് നോക്കണം, പിന്നെ പാസീവ് വോയിസ്, ആക്റ്റീവ് വോയിസ്, അങ്ങനത്തെ കാര്യങ്ങൾ നോക്കണം, സിനോണിംസ് പഠിക്കണം, പിന്നെ ഇഡിയംസ് പഠിക്കണം. ഇതെല്ലാം പഠിച്ചെടുക്കാനായിട്ട് ഒരു ദിവസം മതിയോ? മതി. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ടൈം ബ്രേക്ക് ചെയ്യുന്നു. രാവിലെ ഇത്ര മുതൽ ഇത്ര വരെ ടെൻസ് പഠിക്കുന്നു, പ്രിപ്പോസിഷൻ പഠിക്കുന്നു, വോയിസ് പഠിക്കുന്നു, സിനോണിംസ് പഠിക്കുന്നു, പിന്നെ ഇഡിയംസ് പഠിക്കുന്നു. അപ്പോൾ ഈ ഒരു കാറ്റഗറിയിൽ നമുക്ക് ഏതൊക്കെ വീഡിയോസ് കാണാൻ പറ്റും, അല്ലെങ്കിൽ ഏതൊക്കെ രീതിക്ക് നമ്മുടെ കയ്യിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ട്, വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പാറ്റേൺ എങ്ങനെയാണ് എന്ന് നോക്കിയിട്ട് നമ്മൾ ഇതെല്ലാം പഠിക്കുന്നു. ഇത് പഠിക്കുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ചുരുങ്ങിയ സമയമാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് മുൻകാല ചോദ്യങ്ങളിൽ നമ്മൾ അതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ബുക്കുകളും വെച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഒരു ദിവസം നമ്മൾ അതിലേക്ക് വേണ്ടി മാത്രം മാറ്റി വെച്ച് പഠിക്കാൻ ചെയ്യുന്നു. ഓക്കെ, നാലാമത്തെ ദിവസം നമ്മൾ കൊടുക്കുന്നത് വെയിറ്റേജ് മലയാളത്തിന്. മലയാളം നമ്മൾ ഭയങ്കര ഡെപ്തിൽ പോകേണ്ട കാര്യമില്ല. സന്ധി, സമാസം, അതുപോലെ ഫ്രേസസ് പഠിക്കുക, ട്രാൻസ്ലേഷൻ പഠിക്കുക, പിന്നെ വൊക്കാബുലറി പഠിക്കുക, പിന്നെ കുറച്ച് ഓപ്പോസിറ്റും കാര്യങ്ങളും പഠിക്കുക. ഇത്രയും സാധനങ്ങൾ മാത്രം നമ്മൾ മലയാളത്തിൽ നോക്കിയാൽ മതി. വേറൊന്നും മലയാളത്തിൽ നോക്കണ്ട. ഭയങ്കര ഡെപ്തിലൊന്നും മലയാളം ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അപ്പൊ നിങ്ങൾ നോക്കേണ്ടതാണ് അർത്ഥങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കുക, നാനാർത്ഥങ്ങൾ കാര്യങ്ങളെല്ലാം നോക്കുക, സന്ധി നോക്കുക, സമാസം നോക്കുക, പിന്നെ അതുപോലെ തന്നെ ട്രാൻസ്ലേഷൻസ് നോക്കുക, പിന്നെ വൊക്കാബുലറി നോക്കുക. ഇത്രയും മാത്രം മലയാളത്തിലേക്ക് നോക്കിയാൽ മതി. അഞ്ചാമത്തെ ദിവസം കിടക്കുമ്പോൾ നമ്മൾ കുറച്ച് വെയിറ്റേജ് ഉള്ള സബ്ജക്റ്റുകളാണ് ഇനി പോകുന്നത്. ഓക്കെ, ആദ്യം നമ്മൾ നോക്കേണ്ടത് കേരള ഹിസ്റ്ററി, റിനൈസൻസ്. കേരള ഹിസ്റ്ററി നമ്മൾ എടുത്ത് പഠിക്കുമ്പോഴത്തേക്ക് നമ്മൾ ട്രാവൻകൂറിന്റെ ഹിസ്റ്ററിയും അതുപോലെ തന്നെ നമ്മളെ ഇവിടെയുള്ള ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, അല്ല അതുപോലെ വേലുത്തമ്പി ദളവ, ഇവരെ പോലുള്ള ആൾക്കാരെ സോഷ്യൽ റിഫോമേഴ്സിന്റെ കാര്യങ്ങൾ പഠിക്കുക. അതും
ഇയേഴ്സ് കൂടുതൽ പഠിക്കുക, അവർ തന്നിട്ടുള്ള കോൺട്രിബ്യൂഷൻ എന്താണെന്ന് പഠിക്കുക. വേറെ ഒന്നും ഡെപ്തിൽ പോകേണ്ട കാര്യമില്ല. അതായത് ഇയർ പഠിക്കുക, അവരെ ഓരോ വർഷത്തെ കോൺട്രിബ്യൂഷൻസ് എന്താ, ആ വർഷത്തെ കോൺട്രിബ്യൂഷൻസ് എന്തായിരുന്നു എന്ന് നോക്കുക, അത് മാത്രം മതി. ഓക്കെ. പിന്നെ ഉള്ളത് 1956 യൂണിഫിക്കേഷൻ പഠിക്കുക, ഇത്രയും മാത്രം. അപ്പോൾ കേരള ഹിസ്റ്ററിക്കകത്ത് തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ തിരുവിതാംകൂറിനെ കുറിച്ചുള്ള ഹിസ്റ്ററി പഠിക്കുക, പിന്നെ സോഷ്യൽ റിഫോമേഴ്സിനെ കുറിച്ച് പഠിക്കുക, അതുപോലെ നമ്മുടെ 1956 യൂണിഫിക്കേഷനെ കുറിച്ച് പഠിക്കുക. ഇത് ഇത്രയും നമ്മൾ ഡേ 5 നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിരിക്കണം, മാറ്റി വെക്കാൻ പറ്റത്തില്ല. അത്യാവശ്യവും അത്യന്താവശ്യവുമാണ് നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ. ഓക്കെ. 6ാമത്തെ ദിവസം നമ്മൾ നോക്കേണ്ടത് സിവിക്സും കോൺസ്റ്റിറ്റ്യൂഷനും ആണ്. അപ്പോൾ അതിൽ സിവിക്സും കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുമ്പോൾ കൂടുതൽ ഡെപ്തിലല്ല നമ്മൾ പഠിക്കേണ്ടത്, ഫണ്ടമെന്റൽ റൈറ്റുകളെ കുറിച്ച് അറിയുക, അമെൻമെന്റിനെ കുറിച്ച് അറിയുക, നീതി ആയോഗ് എന്താണെന്ന് അറിയുക, 5 ഇയർ പ്ലാൻ, പ്രിയാമ്പിളും. ഡെപ്തിലല്ല ഈ പോർഷൻസ് എല്ലാം പോകുന്നത്. ഈ പോർഷൻസ് എല്ലാം തന്നെ ഞാനിപ്പോൾ പറയുന്ന മുൻകാല ചോദ്യങ്ങളും കൂടെ കണക്കിലെടുത്തുകൊണ്ട് ഏതൊക്കെ മേഖലയിൽ നിന്നാണ് ചോദ്യങ്ങൾ വന്നേക്കുന്നതെന്ന് നോക്കിയിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നത്. അപ്പൊ ഇത് നിങ്ങൾ പഠിക്കുമ്പോഴത്തേക്കും ആ ഒരു രീതിക്ക് തന്നെ പഠിച്ചു പോകണം. പ്രിയാമ്പിളിന്റെ കാര്യങ്ങൾ മൊത്തം പഠിക്കുക, റൈറ്റുകൾ എന്തൊക്കെയാണെന്ന് പഠിച്ചു വെക്കുക, അമെൻമെന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പുതിയ അമെൻമെന്റ് എന്തൊക്കെയാണെന്ന് നോക്കി വെക്കുക, നീതി ആയോഗ് എന്താണെന്നുള്ളത് നോക്കി വെക്കുക, 5 ഇയർ പ്ലാൻ അല്ലെങ്കിൽ പഞ്ചവത്സര പദ്ധതി എന്താണെന്ന് നോക്കി പഠിക്കുക. ഇത് ഇത്രയും മാത്രമേ ഉള്ളൂ. അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡെപ്തിൽ വായിച്ച് പഠിക്കണം എന്നുള്ളത് നിർബന്ധമല്ല. ഓക്കെ. 7ാമത്തെ ദിവസം നമ്മൾ നോക്കുമ്പോഴത്തേക്കും ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ എന്ന് പറയുന്ന മേഖലയിലോട്ട് വരും. ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചറിലോട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ പുതിയതായിട്ട് വന്ന ജ്ഞാനപീഠ പുരസ്കാരങ്ങൾ ലഭിച്ചത് ആർക്കൊക്കെയാണ്, കേരള ആർട്ട് ഫോംസ് എന്തൊക്കെയാണ്, അതുപോലെ സ്പോർട്സ് റിലേറ്റ് ചെയ്തുള്ള പുതിയ റീസെന്റ് ലഭിച്ച ട്രോഫികൾ എന്തൊക്കെയാണ്, അത് റീസെന്റ് നടന്നിട്ടുള്ള കാര്യങ്ങൾ മാത്രം. ഇപ്പോൾ അതിന് മുമ്പേ ഉള്ളതൊന്നും വലിയ വെയിറ്റേജ് ഇല്ലെങ്കിലും ഒന്ന് ഓടിച്ച് നോക്കിയേക്കുക. പക്ഷെ റീസെന്റ് ഉള്ള കാര്യങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ അതിനകത്ത് ചോദിക്കാൻ പോകുന്നത്. അപ്പം 7ാമത്തെ ദിവസം അത് പ്രാക്ടീസ് ചെയ്യുക. 8ാമത്തെ ദിവസം നമ്മൾ ഇറങ്ങുമ്പോഴത്തേക്ക് ജോഗ്രഫി, ഐടി ആണ്. ഇപ്പൊ ജോഗ്രഫി പോർഷൻ വാസ്റ്റ് ആണെങ്കിലും അതിനകത്തുനിന്ന് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള മേഖലകൾ നദികളെ കുറിച്ചും പിന്നെ മലകളെ കുറിച്ചും മാത്രമാണ്. അപ്പൊ ഇത് രണ്ടും ഇന്ത്യയുടെയും കേരളത്തിന്റെയും ഒന്ന് ഊന്നൽ കൊടുത്ത് പഠിക്കുക. അതുപോലെ ഐ.ടി.യെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർഡ്വെയർ എന്തൊക്കെയാണ്, സൈബർ ലാബ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കി പഠിക്കേണ്ടത്. ഓക്കെ. അപ്പൊ ഇത് രണ്ടും നമ്മൾ നോക്കി പഠിക്കുക. 9ാമത്തെ ദിവസം നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സയൻസും ടെക്കും അതുപോലെ എക്കണോമിക്സും ആണ്. അപ്പോൾ സയൻസും ടെക്കും നമ്മൾ എടുക്കുമ്പോഴത്തേക്കും SCERT-യിലെ ബയോളജി, അതിനകത്ത് ഹ്യൂമൻ ബോഡിയെ കുറിച്ചുള്ള കാര്യങ്ങൾ പഠിക്കുക, ഫിസിക്സും കെമിസ്ട്രിയുടെയും ബേസിക്സ് പഠിക്കുക, അതായത് രാസനാമങ്ങളും കാര്യങ്ങളും പഠിച്ചു വെക്കുക എന്നുള്ളത്, ഫിസിക്സിന്റെ ലോസും പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നത് RBIയുടെ റൂൾസും റെഗുലേഷനും ടാക്സും മാത്രം, അതും വായിച്ചെടുക്കുക. ഇപ്പോൾ ഡേ 9 നമുക്ക് പോയി കിട്ടും. ഡേ 10 എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ല, നമ്മൾ ഇതുവരെ പഠിച്ചു ആ പഠിച്ച കാര്യങ്ങളും മുൻകാല ചോദ്യങ്ങൾ എടുത്തുകൊണ്ട് 3ഉം 4ഉം ചോദ്യങ്ങൾ ഒരു ദിവസം നമ്മൾ സോൾവ് ചെയ്ത് പഠിക്കുന്നു. അതിന് നമ്മൾ വേറെ ഒന്നും വെക്കുന്നില്ല, നമ്മൾ എടുക്കുന്നു, നമ്മൾ ടൈം ബൗണ്ട് ആയിട്ട് നമ്മൾ സോൾവ് ചെയ്ത് പോകുന്നു. ഈ ഒരു കാര്യങ്ങളാണ് നമ്മൾ 10ാമത്തെ ദിവസം ചെയ്യുന്നത്. ഇങ്ങനെ 10 ദിവസം നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇന്ന് തൊട്ട് തുടങ്ങി 10 ദിവസം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊരു 27, 28 തീയതി ആകുമ്പോഴത്തേക്ക് ഈ ഒരു സാധനം തീരും. തീർന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു 3-4 ദിവസത്തെ ബഫർ കിട്ടും. ആ 3-4 ദിവസം എന്ന് പറയുന്നത് നമുക്ക് മിസ്സിംഗ് പോർഷൻസോ അല്ലെങ്കിൽ നമുക്ക് പഠിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ എത്ര തീരെ അറിഞ്ഞൂടാ, പക്ഷെ ഈ പഠിച്ച കാര്യങ്ങളിൽ നിന്ന് നമുക്ക് പഠിക്കണം എന്നുള്ള നമുക്ക് ഈ 3-4 ദിവസം കൊണ്ട് പഠിച്ചെടുക്കാനും പറ്റും. അപ്പൊ ഇതാണ് ഒരു 10-day സ്ട്രാറ്റജി എന്ന് പറയുന്ന സാധനങ്ങൾ. അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ എന്തൊക്കെ കവർ ചെയ്യണം എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. ആ ടോപ്പിക്കുകൾ ബേസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരീക്ഷ ഒരുവിധം നന്നായിട്ട് എഴുതാൻ പറ്റും. അപ്പൊ ഇതിന് മുന്നോടിയായിട്ട് ഈ ഒരു സാധനം ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് ഡിഗ്രി ലെവലിന്റെ നമ്മുടെ മിനി മാരത്തോൺ സെക്ഷൻ ഏപ്രിൽ 20-ാം തീയതി മുതൽ ഉച്ചയ്ക്ക് 2 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ 2 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. അതും അതിന്റെ റിലേറ്റഡ് ടോപ്പിക്സും ആണ്. അപ്പോൾ ഒരു മണിക്കൂർ ഒന്നോ 2 മണിക്കൂർ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2 മണിക്കൂർ മാറ്റി വെക്കുക. കാര്യം നിങ്ങളുടെ ഈ പഠനത്തോടൊപ്പം തന്നെ ഇതും ഫ്രണ്ടിലോട്ട് പോകും. അപ്പോൾ നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാനും പറ്റും. ഇതാണ് അതിനൊരു കാര്യം എന്ന് പറഞ്ഞത്. അപ്പൊ ഇനിയിപ്പോ ഞാനൊരു ബിഗിനറാണ്, ഞാൻ പഠിക്കാൻ വേണ്ടി ഇരിക്കുന്നേ ഉള്ളൂ, ഞാൻ തുടങ്ങിയില്ല, എനിക്കൊരു പ്രീവിയസ് ഇയർ കട്ട് ഓഫ് ഒക്കെ വെച്ചിട്ട് എനിക്കൊരു മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ കയറി പോകാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്ന ഒരുപാട് പേരുണ്ടാവും അല്ലെ. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് നമുക്കൊരു ബിഗിനർ സ്ട്രാറ്റജി എന്ന് പറയുന്ന ഒരു രീതിക്ക് നമുക്ക് നോക്കാം എന്താണെന്നുള്ള
അപ്പോൾ ഇതില് നമുക്കൊരു 70 മാർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ ലിസ്റ്റിലോട്ട് കയറും. കാരണം പ്രിലിംസ് ആണ്. പ്രീവിയസ് ഇയർ കട്ടൊക്കെ വെച്ച് നോക്കുമ്പോൾ 70 മാർക്കോളം മതി. പക്ഷെ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ നമ്മളിത് അഫക്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, ആർട്സ്, സ്പോർട്സ്, ഹിസ്റ്ററി ഇത്രയും കാര്യങ്ങൾ ഈ 6 വിഷയം നമ്മൾ ഊന്നൽ കൊടുത്ത് പഠിക്കുക. പഠിച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്ക് പരീക്ഷയുടെ ഒരു എന്നാ പറഞ്ഞെ കുറെ മാർക്കുകൾ നമുക്ക് ഇതിനകത്ത് നിന്ന് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളത് കറണ്ട് അഫയേഴ്സ് ഒക്കെയാണ്. കറണ്ട് അഫയേഴ്സ് നമുക്ക് ഒത്തിരി ഉണ്ട്, വാസ്റ്റ് ആണ്, ഒരുപാട് പഠിക്കേണ്ടത്. പക്ഷെ നമ്മൾ സബ്ജക്ട് കൊണ്ട് നമ്മൾ ഇതിനകത്ത് മാർക്ക് സ്കോർ ചെയ്യണം. നമുക്കിപ്പോൾ കറണ്ട് അഫയേഴ്സ് അത്രയും അപ്ഡേറ്റ് ആയിരിക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റും. സബ്ജക്ട് ബേസിൽ നമ്മൾ മാർക്ക് സ്കോർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ മാത്സിന് ആദ്യം ഊന്നൽ കൊടുക്കുക. അതിനകത്ത് എല്ലാ പ്രോബ്ലംസ്, എല്ലാ മേഖലയിലും വരുന്ന പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ വരുന്ന ഇംഗ്ലീഷും മലയാളവുമാണ്. അപ്പൊ അതിന് ഗ്രാമറിനും വൊക്കാബുലറിക്കും അതുപോലെ വേർഡ്സ് വാക്കുകൾക്കും കാര്യങ്ങൾക്കും എല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സന്ധി സമാസം ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് ഇംഗ്ലീഷും മലയാളവും പഠിക്കുക. പിന്നെ ഹിസ്റ്ററിയാണ്. അതിനകത്ത് കേരള റിനൈൻസൻസ് നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, അതിനകത്ത് 10 കീ റിഫോമേഴ്സിന്റെ പേരുകൾ നമ്മൾ എടുത്ത് പഠിക്കണം. അവർ തന്നിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് നമ്മൾ അതിനകത്ത് പഠിക്കണം. സെക്കൻഡ് സ്റ്റേജിൽ നമ്മൾ പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ SCERTയുടെ ഷോർട്ട് കട്ട് മെത്തേഡ്സ് ആണ്. അപ്പോൾ SCERTയുടെ ഷോർട്ട് കട്ട് മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സയൻസും ജോഗ്രഫിയും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് 90% PSC ചോദ്യങ്ങളും വരുന്നത് ഈ SCERT സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ്. ഓക്കെ, നമ്മുടെ കേരള സ്റ്റേറ്റ് സിലബസിലുള്ള ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ്. അപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്ക് മൊത്തം നമുക്ക് പഠിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. അപ്പോൾ സയൻസും ജോഗ്രഫി അല്ലെങ്കിൽ ഇതേപോലത്തെ വിഷയങ്ങൾ പഠിക്കുന്നത് SCERTയുടെ ടെക്സ്റ്റ് എടുക്കുക. അതിനകത്ത് ഡു യു നോ സെക്ഷൻസ് ഉണ്ട്. അതായത് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടാവും സെപ്പറേറ്റ്. അപ്പോൾ അത് മാത്രം പഠിച്ചെടുക്കുക എന്നുള്ളത്, അത് മാത്രം ഒന്ന് വായിച്ചു പോകുക എന്നുള്ളതാണ് വേറൊരു സ്ട്രാറ്റജി. അപ്പൊ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂന്നാമതൊരു ഇതെന്ന് പറയുന്നത് നമ്മുടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ PYQ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അറ്റൻഡ് ചെയ്യുക. എന്ത് പരീക്ഷകൾ ഏതാണെന്ന് നോക്കുക. ഈ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന റിപ്പറ്റീഷൻ വരുന്ന ക്വസ്റ്റ്യൻസ് ഏതാണെന്ന് നോക്കുക. ഓക്കെ, പിന്നെ ഇതിന്റെ പാറ്റേൺ എങ്ങനെയാണെന്ന് നോക്കുക. ഞാൻ ഈ മൊത്തം ടെക്സ്റ്റ് ബുക്ക് പഠിക്കണോ എന്നുള്ളതൊന്ന് നമ്മളൊന്ന് നോക്കണം. അപ്പോൾ ഈ പഴയ ടെക്സ്റ്റ് ബുക്കുകൾ അല്ലെങ്കിൽ പഴയ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് അതിന്റെയൊക്കെ ചോദ്യങ്ങൾ ഏറ്റവും കൂടുതൽ വന്നേക്കുന്നത് ഏതൊക്കെ മേഖലകളിലാണെന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതാനുള്ള ഐഡിയ കിട്ടും. ഓക്കെ, നെഗറ്റീവ് മാർക്ക് ഉള്ളത് കൊണ്ട് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട, എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാൻ നോക്കരുത്. നമുക്കൊരു 60-70 മാർക്ക് സ്കോർ ചെയ്താൽ തന്നെ നമ്മൾ പ്രിലിംസ് ലിസ്റ്റിലോട്ട് വരും. അപ്പോൾ അത് നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻസ് എങ്ങനെ തെറ്റില്ലാതെ നമുക്ക് അറ്റൻഡ് ചെയ്യാം എന്നുള്ളതാണ്. റോങ് ആൻസർ അല്ലെങ്കിൽ കറക്കി കുത്തുന്ന പരിപാടികൾ കഴിയുന്നതും ഒഴിവാക്കാൻ തന്നെ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ഇത് കൂടാതെ ഞങ്ങൾ ഇനി വരുന്ന LDC, അത് 2027 LDC ബാച്ച്, പുതിയൊരു ബാച്ച് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് LDC പ്രിപ്പറേഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനകത്ത് ഫുൾ സിലബസ് കവറേജ് നമുക്ക് ഉണ്ടാവും. പ്രീവിയസ് ഇയർ ചോദ്യ പേപ്പർ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. മോക്ക് ടെസ്റ്റുകളും അതുപോലെ തന്നെ നമ്മൾ വർക്കൗട്ട് പേപ്പേഴ്സ് നിങ്ങൾക്ക് തരുന്നുണ്ട്. പിന്നെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു മെമ്പർഷിപ്പ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കോ, അല്ലെങ്കിൽ ഇതിന്റെ താഴെ ഒരു ഫോം ഉണ്ട്, ആ ഫോം നിങ്ങൾ ഫില്ല് ചെയ്യുക. നമ്മുടെ ഡിസ്ക്രിപ്ഷനകത്ത് ഉണ്ടാവും, അല്ലെങ്കിൽ കമന്റിൽ പിൻ ചെയ്തിട്ടുണ്ടാവും. ആ ഫോം എടുത്ത് നമ്മൾ ഫില്ല് ചെയ്യാന്നുള്ളതാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി എന്തെങ്കിലും ചോദ്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ അല്ലെങ്കിൽ പുസ്തകങ്ങൾ എങ്ങനെ പഠിക്കണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് ചെയ്യുക, അതിന് റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഷോർട്ട് സെക്ഷൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും താങ്ക്സ്.